1000 കോടി രൂപ മുടക്കി ഏകദേശം 40 വർഷം കൊണ്ട് പൂർത്തിയാക്കിയ ഒരു സിനിമയെ പറ്റി കേട്ടിട്ടുണ്ടോ? ഷൂട്ടിംഗ് ഒക്കെ തീർന്നിട്ടും റിലീസ് ചെയ്യാൻ പറ്റാതെ പോയ മെഗലോപോളിസ് എന്ന സിനിമയെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ലോക പ്രശസ്ത സംവിധായകനായ ഗാങ്സ്റ്റർ സിനിമകളുടെ തലതൊട്ടപ്പൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ദി ഗോഡ് ഫാദർ, അപ്പോകലിപ്സ് നൗ, ദി കോൺവെർസേഷൻ, ബ്രാം സ്റ്റോക്കേഴ്സ് ഡ്രാക്കുള പോലെയുള്ള ക്ലാസിക് സിനിമകൾ ലോകത്തിന് മുന്നിൽ സമ്മാനിച്ച ഫ്രാൻസിസ് ഫോർഡ് കോപ്പോള മെഗലോപോളിസ് എന്ന തൻ്റെ ഡ്രീം പ്രൊജക്റ്റിന് തുടക്കം കുറിക്കുന്നത് 1979-ലാണ്. അതായത് ഗോഡ് ഫാദർ പാർട്ട് 1, പാർട്ട് 2, അപ്പോകലിപ്സ് നൗ എന്നീ സിനിമകൾ പൂർത്തിയാക്കിയതിനു ശേഷം. പക്ഷേ ഈ സിനിമയുടെ കഥയും തിരക്കഥയും ഒക്കെ എഴുതി തുടങ്ങിയത് 1983-ലാണ്. ഡിസ്റ്റോപ്പിയൻ ഫ്യൂച്ചറിസ്റ്റിക് ആശയം ഉൾക്കൊണ്ട ഈ സിനിമ അന്നത്തെ കാലത്തെ ഫിലിം മേക്കിംഗ് ടെക്നോളജികൾക്ക് അതീതമായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് ഈ സിനിമ നടക്കാതെ പോയി. ചെറുപ്പം മുതലേ താൻ പഠിച്ച എല്ലാ കാര്യങ്ങളും ഈ സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിക്കും എന്ന് ഈ സിനിമയുടെ ആരംഭഘട്ടത്തിൽ ഫ്രാൻസിസ് ഫോർഡ് കോപ്പോള പറഞ്ഞിരുന്നു. ഇതുവരെ പ്രേക്ഷകർ കണ്ടിട്ടുള്ള സിനിമകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി വലിയൊരു സ്കെയിലിൽ അതിഗംഭീരമായൊരു ക്യാൻവാസിലാവും ഈ സിനിമ ഒരുങ്ങുക എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 1991-ൽ ഈ പ്രൊജക്ട് ഫ്രാൻസിസ് ഫോർഡ് ആരംഭിക്കാൻ തീരുമാനിച്ചെങ്കിലും ഇതിൻ്റെ സ്ക്രിപ്റ്റിങ്ങും കാസ്റ്റിങ്ങും ഒക്കെ നടക്കുന്നത് 2001-ലാണ്. വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണത്തിന് മുൻപുള്ള ന്യൂയോർക്ക് സിറ്റി ആയിരുന്നു ഈ സിനിമയുടെ പ്രധാന സെറ്റ്. അന്ന് അദ്ദേഹം 36 മണിക്കൂറുകളോളം ദൈർഘ്യം വരുന്ന ന്യൂയോർക്ക് സിറ്റിയുടെ വിഷ്വലുകൾ ഷൂട്ട് ചെയ്തിരുന്നതുമാണ്. 2001-ലുണ്ടായ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം സിനിമയെയും ഫ്രാൻസിസ് ഫോർഡിനെയും സാരമായി ബാധിക്കുകയും അദ്ദേഹം ഒരു ഡിപ്രസീവ് ഫേസിൽ ആവുകയും അതിനുശേഷം കുറേ അധികം നാൾ ഫ്രാൻസിസ് ഫോർഡ് സിനിമയിൽ നിന്നും വിട്ടുനിന്നു. 2019-ൽ വീണ്ടും ഇതിന് ഷൂട്ടിംഗ് തുടങ്ങിയ സമയത്ത് ഫ്രാൻസിസ് ഫോർഡ് ചിലവാക്കിയ തുക എന്ന് പറയുന്നത് $120 മില്യൺ. റോബർട്ട് ഡിനിറോ, ഡിക്കാപ്രിയോ, ജെയിംസ് ഗണ്ടോൾഫിനി തുടങ്ങിയവരെ വെച്ചുള്ള ടേബിൾ റീഡിംഗ് ഒക്കെ മുൻപ് നടന്നിട്ടുണ്ടെങ്കിലും അവസാനം ആദം ഡ്രൈവർ, ഷിയ ലബ്യൂഫും കാസ്റ്റിൽ ജോയിൻ ചെയ്ത് വീണ്ടും ഈ സിനിമ ഷൂട്ടിംഗ് ആരംഭിച്ചത് 2022-ലാണ്. പക്ഷേ ഇതിൻ്റെ ലൊക്കേഷൻ അത്ര കൺവീനിയൻ്റ് അല്ല എന്ന കാരണം പറഞ്ഞ് ഒരുപാട് പേർ ഈ സിനിമയിൽ നിന്നും പിന്മാറുകയും അതിനെ തുടർന്ന് നല്ല രീതിയിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു ആ സമയത്ത്. എല്ലാ പ്രശ്നങ്ങൾക്കും ഒടുവിൽ 2023 മാർച്ചിലാണ് ഈ സിനിമ പൂർത്തിയാക്കുന്നത്. അതായത് സിനിമ ആരംഭിച്ച് 40 വർഷത്തോളം എടുത്താണ് ഫ്രാൻസിസ് ഫോർഡ് കോപ്പോള പൂർത്തിയാക്കുന്നത്. പക്ഷേ അതിനുശേഷവും സിനിമയ്ക്ക് ഒരുപാട് തിരിച്ചടികളുണ്ടായി. ഈ വർഷത്തെ കാൻസ് ഫിലിം ഫെസ്റ്റിൽ പ്രീമിയർ ചെയ്യാനിരുന്ന ഈ സിനിമ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് സമ്മതിക്കാത്തതിനാൽ പ്രതിസന്ധിയിലായി. കൊമേഴ്ഷ്യലി ഈ സിനിമയ്ക്ക് വലിയ സക്സസ് ഉണ്ടാവില്ല, അതിനാൽ ഈ സിനിമ റിലീസ് ചെയ്യുന്നതിനോട് യോജിക്കുന്നില്ല എന്നതായിരുന്നു ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ വാദം എന്ന് ദി ഹോളിവുഡ് റിപ്പോർട്ടർ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒട്ടനേകം വിവാദങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒടുവിൽ കഴിഞ്ഞ മെയ് മാസം 16-ാം തീയതി ഈ സിനിമ കാൻസിൽ സ്ക്രീൻ ചെയ്യുകയും സെപ്റ്റംബർ 9-ാം തീയതി ടിഫിൽ പ്രദർശനം നടത്തിയതിനു ശേഷം സെപ്റ്റംബർ 27-ന് US-ലെ മറ്റ് തിയേറ്ററുകളിലും റിലീസ് ചെയ്തു. ഇന്ത്യയിൽ ഈ സിനിമ ഉടൻ തന്നെ റിലീസ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. 40 വർഷങ്ങളെടുത്ത് പൂർത്തിയാക്കിയ ഈ സിനിമ റിലീസിനെത്തുമ്പോൾ ഒരു സിനിമ പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് നിങ്ങളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തേക്ക്.